അൻവർക്ക് പിടിച്ച പുലിവാല് ഇനി ആരും പിടിക്കില്ല എന്നാണ് ഇപ്പോൾ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ മാത്രമല്ല നാട്ടുകാർ പോലും പറയുന്നത്. നായർ പിടിച്ച പുലിവാൽ എന്നതൊരു പഴയ പ്രയോഗമാണ്. ഇന്നത് മാറ്റി നിലമ്പൂരുകാർ അത് അൻവർക്ക് പിടിച്ച പുലിവാലെന്നാക്കിയിരിക്കുന്നു. നിലമ്പൂർ MLA എന്ന പ്രൗഢഗംഭീരമായ പദവി, ഫോറസ്റ്റ് ഓഫീസ് ഉൾപ്പെടെ എവിടെയും കയറി മേയാം. എന്നിട്ടും എല്ലാം കളഞ്ഞു കുളിച്ചു. ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചോ അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ ഇടഞ്ഞോ അതേ അജിത് കുമാർ എന്ന് ഒരു മണ്ണ് പോലും ദേഹത്ത് വീഴാതെ സംസ്ഥാന പോലീസ് സേനയുടെ മേധാവിയായി അവിടെ തന്നെയുണ്ട്. കേരളത്തിലെ ടോപ്പ് പോലീസ് മേധാവി. പിന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി സ്വന്തം സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തില്ല. താമസിക്കുന്ന വീട് പോലും മാറിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ PV അൻവർ അനാവശ്യമായൊരു മസിൽ പിടുത്തത്തിലൂടെ നടത്തിയ രാഷ്ട്രീയ ഇടപെടലുകൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായിരിക്കുന്നു. അതിനെ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യവുമില്ല. അപ്പോഴിതാ പുതിയ വെല്ലുവിളി. PV അൻവർ നിലമ്പൂരിൽ തൃണമൂലിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുവെന്ന്, ബംഗാളിൽ നിന്നും ദീദി നേരിട്ട് വരുന്നുവെന്ന് സാക്ഷാൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും 10 മന്ത്രിമാരും. അവർ PV അൻവറിനെ നിയമസഭയിലേക്ക് കൊണ്ട് ഇരുത്തിയിട്ട് മാത്രമേ തിരികെ പോവുകയുള്ളൂ എന്നായിരുന്നു അൻവറിൻ്റെ അവകാശവാദം. എന്നിട്ടെന്തായി? മമതാ ബാനർജിക്ക് ബംഗാളിൽ വേറൊരു പണിയുമില്ലെന്നാണ് അൻവർ കരുതിയത്. അൻവർക്ക് സ്ഥാനാർത്ഥിത്വം അങ്ങ് പ്രഖ്യാപിച്ചോ എന്നാണ് നിലമ്പൂരിൽ കൂടെയുണ്ടായിരുന്ന അണികൾ വിളിച്ച് പറഞ്ഞത്. ഉറക്കെ പറഞ്ഞിട്ടും മറുപടി സമയമായിട്ടില്ല എന്നായിരുന്നു. ഒരു പകൽ കൂടി കാത്തിരിക്കുമത്ര അൻവർ ഇനിയും. ഇതെന്താണ്, 3-ാം പക്കം സിനിമയുടെ റീഷൂട്ടിംഗ് ആണോ? 3-ാം പക്കം വരെ കാത്തിരിക്കാൻ? അതോ രാത്രിയുടെ ഇരുണ്ട യാമത്തിലാണോ അൻവർ ഇനി തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ പോകുന്നത്? എന്തായാലും അൻവർ ചെറുക്കൻ എന്ന് സ്ഥിരം വിശേഷിപ്പിച്ചിരുന്ന M. സ്വരാജ് വരുന്നുണ്ട് നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥിയായിട്ട്. ചെറുക്കൻ തന്നെയാണ്, നിലമ്പൂരിൻ്റെ സ്വന്തം ചെറുക്കൻ. എന്തായാലും അൻവർ ഒരു പകല് കൂടി ദീദിയോട് സാവകാശം ചോദിച്ചതും UDF-നോട് ചോദിച്ചതുമൊക്കെ നന്നായി. അതിലൂടെ എല്ലാം അങ്ങ് പിന്നെ മറന്നു കളയാമല്ലോ. ടീം പിണറായിയോട് പിണങ്ങിപ്പിരിഞ്ഞ PV അൻവർ UDF-ലേക്കുള്ള രംഗപ്രവേശനത്തിനായി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്കിടെ UDF സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്ത് തോൽക്കുമെന്ന് പരസ്യമായി പറഞ്ഞു കളഞ്ഞാണ് വിനയായത്. നാവിലെ പിഴ മൊത്തത്തിൽ പണിയായി. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ ഇതിൻ്റെ ചൂട് പിടിച്ച് നടത്തിയ പരോക്ഷ അഭിപ്രായ പ്രകടനങ്ങൾ അത് രണ്ടാമത്തെ തിരിച്ചടി. ഫലത്തിൽ LDF-ൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. UDF-ലോട്ട് കയറിയതുമില്ല. ഇനി തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകത്തിനാകട്ടെ അൻവർ പണ്ടേ അൻവറിനെ കാണുന്നത് ചതുർത്ഥിയാണ്. അൻവർ ഒരു സ്റ്റേറ്റ് കോർഡിനേറ്ററായി വന്ന് കയറിയപ്പോൾ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും അടക്കം ചോദിച്ചാണ് പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ്. അവരും ഇപ്പോൾ ഊറിച്ചിരിക്കുകയാണ്. കാരണം കയ്യിലിരിപ്പ് അതാണ്. അമ്മാതിരി ചെയ്ത്താണ് പിണറായി വിജയനോട് ചെയ്തത്. അതിന് പിണറായി വിജയൻ പകരം വീട്ടിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതുപോലെ ഇപ്പുറത്ത് UDF-ൽ പണി കൊടുക്കാൻ പ്രതാപികൾ ആരുണ്ട്? ആരുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അൻവർ കറിവേപ്പിലിയായി എന്ന് പറഞ്ഞതിലൂടെ അൻവറിൻ്റെ ആത്മാഭിമാനവും വ്രണപ്പെട്ടു. നിലമ്പൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം മാനവും പോയി കിട്ടി. ഇനി നിലമ്പൂരിൽ ഒരു സ്വതന്ത്രനായി മത്സരിച്ച് തൃപ്തി അടയുക എന്നതല്ലാതെ അൻവറിൻ്റെ മുന്നിൽ മറ്റ് പോംവഴിയൊന്നുമില്ല. മത്സരിക്കാതിരുന്നാൽ അതിനും നാണക്കേടാണ്. മത്സരിച്ചാൽ കുടുംബത്തിൻ്റെ 10 വോട്ടെങ്കിലും കിട്ടും. മത്സരിക്കാൻ പക്ഷേ 5 പൈസ പോലും കയ്യിലില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. EDയുടെ ഒരു കുരുക്കിൽപ്പെട്ടതിനാൽ സ്വത്തുക്കളെല്ലാം ഇമ്മൂവബിൾ. കയ്യിലെ പണത്തിൽ നല്ലൊരു വീതവും കേസിനെ ചിലവഴിക്കേണ്ടി വരുമെന്നാണ് കൂടെ നടക്കുന്നവർ തന്നെ രഹസ്യമായി പറയുന്നത്. തൃണമൂലിന് കേരളത്തിൽ കാര്യമായ അടിത്തറയൊന്നുമില്ല. അതുകൊണ്ടാണ് ദീദിയും 10 മന്ത്രിമാരെയും വരുത്തുന്നത്. പണപ്പെട്ടിയുമായി വരുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ അതുകൊണ്ട് പാർട്ടി ഫണ്ടും തദൈവയാണ്. ഇനി ശേഷിക്കുന്ന ഏക പ്രതീക്ഷ ഗൾഫ് രാജ്യങ്ങളിലെ ആരാധകരും അണികളുമാണ്. അതിനുള്ള സമയമില്ല. അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ഖനികളിലൊന്ന് കുഴിച്ചു നോക്കണം. ഇനി അഥവാ അവിടെ നിന്നും പണം തരപ്പെടുത്തിയാലും ആഫ്രിക്കയിലെ നിക്ഷേപകരോട് ജയിക്കാമെന്നതിന് എന്താണ് ഉറപ്പെന്ന് പറയാനും പറ്റില്ല. എന്തുറപ്പ് നൽകും? ഒരു ഉറപ്പുമില്ല. ഒരു വാശിക്ക് കയറി മത്സരിച്ച് തോറ്റാൽ പിന്നെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വട്ടപൂജ്യമാകുമെന്ന് PV അൻവറിന് വ്യക്തമായി അറിയാം. പിന്നെ UDF-ൽ ഒരു കാരണവശാലും വിലപേശാനും സാധിക്കില്ല. അല്ലെങ്കിൽ VD സതീശിനെ UDF-ൽ നിന്നും പുറത്താക്കണം. LDF പണ്ടേ അടഞ്ഞ അധ്യായമായി. ഇനി ശേഷിക്കുന്നത് BJP നേതൃത്വം നൽകുന്ന NDA ആണ്. പക്ഷേ BJP-കാരെന്ന് പറഞ്ഞ് മലപ്പുറം ജില്ലയിലേക്ക് കയറാനും പറ്റില്ല. സംഘപരിവാറിനെതിരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന PV അൻവറിനെ ഇനി അവർ ഏറ്റെടുക്കില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ. ചുരുക്കത്തിൽ
അൻവറിൻ്റെ ഭാവി ഇരുളടയുകയാണ്. കൂമ്പടഞ്ഞു പോയ നിലമ്പൂരിൽ തെങ്ങെന്ന് പറഞ്ഞാലും അതിശയക്തിയില്ല. UDF-മായി ഇനി രഹസ്യ ചർച്ചകളില്ലെന്ന് അൻവർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും പിൻവാതിൽ നീക്കങ്ങൾ, നിലവിളികൾ, ഞരക്കങ്ങൾ ഇതൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. ഒന്നും നടന്നില്ലെങ്കിൽ നിലമ്പൂരിൽ സ്വതന്ത്രമായി മത്സരിച്ച് ധീരമായി തോൽക്കുക, അല്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ നീക്കുപോക്കുകൾക്കായി കാത്തിരിക്കുക. ഇത് മാത്രമാണ് അൻവറിന് മുന്നിലുള്ള ഏക പോംവഴി.